ഫസ്റ്റ് ഹാഫ് റിവ്യൂ എങ്ങനെയുണ്ട്? ഹലോ നമസ്കാരം, ഞാൻ ഇന്നുള്ളത് പൂവാർ മൃദംഗ തിയേറ്ററിലാണ്. അപ്പോൾ നിങ്ങൾ മറ്റേ ബ്രഹ്മയുഗം ചാൻസിന് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ളൊരു തിയേറ്ററാണ് ഗൈസ് ഈ ഒരു തിയേറ്റർ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് 28-ാം തീയതി മാർച്ച് 28-ാം തീയതി ബ്ലസ്സി ഡയറക്റ്റിങ് ചെയ്തതും പൃഥ്വിരാജ് ആക്ടിങ് ചെയ്തതുമായിട്ടുള്ള അമല പോൾ അതിൽ ആക്ട്രസ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഗൈസ്. ഗോഡ് ലൈഫ്, നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്നൊരു മൂവി. സോ റിയൽ ലൈഫ് സ്റ്റോറിയാണ്, നമ്മുടെ നജീബിക്കയുടെ സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പ്രഡിക്റ്റഡ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് ഈ ഒരു പബ്ലിക് റിവ്യൂവിൽ കിട്ടുമെന്ന് എനിക്ക് നോക്കണം. അപ്പം ആ ഒരു കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്ത് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു അടിപൊളി സിനിമയായിരിക്കും. അപ്പം പബ്ലിക് റിവ്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഏവരും കാത്തുകൊണ്ടിരുന്ന ഓരോ നിമിഷങ്ങളും ചിലപ്പോൾ നിങ്ങൾ ആരും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, സോ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ എന്തായാലും നമ്മൾ ഇന്നൊരു വീഡിയോയിൽ എങ്ങനെയാണ് പബ്ലിക് റിയാക്ഷൻ നമ്മളിന്ന് അറിയാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പം എന്നും പറയും പോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലേക്ക് പൊടിക്കുക. എന്നാലേ ഞങ്ങൾ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇനി പബ്ലിക് റിവ്യൂയിലോട്ട് പോവാം. ചേട്ടാ ഫസ്റ്റ് ഹാഫ് റിവ്യൂ എന്ന് പറയാം ആടുജീവിതം സിനിമയിൽ. കൊള്ളാം. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ആടുജീവിതം? കുഴപ്പമില്ല. നമ്മൾ ഏത് മൂവി ആയിട്ട് എക്സ്പെക്ടേഷൻ ചെയ്യാം? ഏതാ നോവൽ അനുസരിച്ചല്ലേ ആടുജീവിതം? എങ്ങനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇങ്ങനത്തെ ഒരു റിവ്യൂ ആണ് നജീബിക്കയുടെ സ്റ്റോറി ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ ചേട്ടാ, താങ്ക്സ്. ചേട്ടാ ഫസ്റ്റ് ആൻഡ് ഹാഫ് റിവ്യൂ എങ്ങനെയുണ്ട് ആടുജീവിതം? കൊള്ളായിരുന്നു, പക്ഷേ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു. നമ്മൾ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇങ്ങനത്തെ ഒരു ജീവിതം അല്ലെങ്കിൽ ഓൾറെഡി അറിയാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടനെല്ലാം പറയാൻ നൈസായിരുന്നു എക്സ്പീരിയൻസ്. അതായത് റിയൽ ലൈഫിൽ അയാൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് അതുപോലെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇനി അടുത്ത് എന്ത് സർവൈവ് ചെയ്യുന്നുള്ളതൊരു ആകാംക്ഷയുടെ ഒരു എങ്ങനെ ഓൾറെഡി കഥ അറിയാം, പക്ഷെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് വേറെ. വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു കഥ പോകും, ഒരു വീഡിയോ പോലെ വിഷ്വൽ പോകും. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ ഉള്ളത് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലേ? ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് പൃഥ്വിരാജ്. ഇതും മേക്കിംഗ് അമ്മാരി പെർഫെക്റ്റ് ആണെന്ന് പറയാം. ഇനി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് വേണം ബാക്കി എന്തെന്നുള്ളത്. പക്ഷെ ഇത്രയും കണ്ടതിൽ ഒരു സീറ്റ് എഡ്ജിങ്ങിൽ എങ്ങനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കൊള്ളാം, പടം കൊള്ളാം. അല്ലേ ചേട്ടാ എങ്ങനെയുണ്ട് ആടുജീവിതം ഫസ്റ്റ് ഹാഫ് റിവ്യൂ എന്ന് പറയാം? ഫസ്റ്റ് ഹാഫ് കൊള്ളാം, വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. മരുഭൂമിയിലുള്ള രംഗമൊക്കെ എന്താ പറയാ, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബ്ലസ്സി എങ്ങനെയാണ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ മികച്ചൊരു സിനിമ തന്നെയാണ്. പൃഥ്വിരാജ് അഭിനയം കൂടെ പൃഥ്വിരാജ് പൊളിച്ചിട്ടുണ്ട്. ചേട്ടന് സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി ഇതുവരെ അടിപൊളിയാണ്. എല്ലാവർക്കും നല്ല പെർഫോമൻസ്. ചേട്ടാ സിനിമ എങ്ങനെയുണ്ട് ആടുജീവിതം? ഫുള്ള് അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. എങ്ങനെ എക്സ്പെക്ടേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പെക്ടേഷൻ അത്ര ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മള് പൃഥ്വിരാജ് ഇത്രയും വർഷം കൊണ്ട് 14 വർഷമായില്ലേ, 14 അത്രയും ഒരു ഇതുണ്ടായിരുന്നു. പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു. ബ്ലസ്സിയുടെ ഡയറക്ടിങ് എല്ലാം അടിപൊളിയായിരുന്നു. ചേട്ടാ പറയട്ടെ ലാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? കൊള്ളാം ബ്രോ, നല്ല സിനിമയാണ്. എങ്ങനെ സ്ലോ ഫേസ് ആണ്, ലാഗ് ആണല്ലേ മൂവി? ലാഗ് അങ്ങനല്ലേ, നോവൽ കഥ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ്, നല്ല സിനിമ തന്നെയാണ്. ചേട്ടാ കൊള്ളായിരുന്നു. ആ കഥയുടെ ആ ഒരു ഡെപ്ത് കിട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. എങ്ങനെയായിരുന്നു എക്സ്പെക്ടേഷൻ ചെയ്തതിനേക്കാളുണ്ടോ? എക്സ്പെക്ട് ചെയ്തത് ആ ലെവലിൽ എത്തിയിട്ടുണ്ട്, കുഴപ്പമില്ല. ചേട്ടൻ നോവൽ വായിച്ചതിൻ്റെ അത്ര ഇല്ല, എന്നാലും മരുഭൂമിയിലെ സീനൊക്കെ കൊള്ളാം. പടം മൊത്തത്തിൽ കൊള്ളാം. ഒരു സ്ലോ പേസ് ആണെങ്കിലും അവരുടെ ഹാർഡ് വർക്കിന് എന്ത് പറയുന്നു? 100%. ചേട്ടൻ നന്നായിട്ടുണ്ട്. പറയട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു ആടുജീവിതം? പടം നല്ലൊരു പടമാണ്. ബ്ലസ്സിയുടെ എങ്ങനെ ഡയറക്ടിങ് ഒക്കെ? ഡയറക്ടിങ് പൊളിയാണ്. കൊള്ളാം. ആക്ടിങ് പൃഥ്വിരാജിന്റെ ആക്ടിങ് പൊളിയാണ്. കൊള്ളാം. പിന്നെ ഫ്രെയിം എല്ലാം ഒക്കെയാണ്, എല്ലാം പൊളി ഫ്രെയിമാണ്. ചേട്ടൻ അടിപൊളി സിനിമയാണ്. വേറെ ഒന്നും പറയില്ല, കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഫാമിലി ആണോ അതോ എങ്ങനെയാണത്? എല്ലാം. ഹേ ഗായ്സ്, അപ്പം ഈ ഒരു ആടുജീവിതം
നമ്മുടെ എല്ലാവരും പറയുന്ന ബ്ലെസ്സിയും നമ്മുടെ പൃഥ്വിരാജും ഭയങ്കര എഫേർട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ മൂവി ആണ്. അപ്പോൾ ഞാൻ ഇനി 2:30 ഷോയ്ക്ക് ഇനി കയറണം അടുത്ത്. ഐ എം സോ റിയലി എക്സൈറ്റ്മെൻറ്റ് ഫോർ ആടുജീവിതം മൂവി. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയൊരു റിവ്യൂ എന്തെങ്കിലും തെറ്റുവിട്ട് കാര്യങ്ങൾ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പബ്ലിക് റിവ്യൂ എടുക്കുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുവിട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഗൈസ് ക്ഷമിക്കുക. അപ്പം എന്നും പറയുമ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് വലിയ ടാഗിൽ നിന്ന് അടിച്ചു പൊട്ടിക്കുക. എന്നാൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ അടിക്കുന്നതിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഗൈസ്, എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ആടുജീവിതം. ഭയങ്കര ലെങ്ത് ഉള്ളൊരു മൂവിയാണ്, ബട്ട് കണ്ടിരിക്കാം. ഒരു ഫാമിലി അല്ല, ഫ്രണ്ട്സായിട്ട് പോയി കാണേണ്ട മൂവിയിൽ എല്ലാവരും ഓൾ ഓവർ എല്ലാവരും പോയിരുന്ന് കാണേണ്ട ഒരു മൂവി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. സോ എന്തായാലും നിങ്ങൾ റിവ്യൂ കണ്ടില്ല. ബൈ.